നമസ്തേ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവല്ലോ അല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് 5 കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമായി വേണ്ട ഒരു 5 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചെറിയൊരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ഒരു വസ്തുതയാണ് നമ്മുടെ ഭൂതകാലം എന്നുള്ളത്. കഴിഞ്ഞുപോയ കാലങ്ങൾ, കഴിഞ്ഞ കാലത്ത് എന്തൊക്കെ സംഭവിച്ചോ അതൊന്നും ഇനി നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് കഴിഞ്ഞു പോയതിനെ ഓർത്തിട്ട് നമ്മൾ ഒരിക്കലും സങ്കടപ്പെടാതെ ഇരിക്കുക, നമ്മൾ പ്രയാസപ്പെടാതെ ഇരിക്കുക. കാരണം എല്ലാത്തിനും ഒരു ദൈവനിയോഗമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും മറ്റൊരാൾ പറയുന്നതല്ല നമ്മൾ ആര് എന്നത് തെളിവാക്കുന്നത്. അഥവാ നമ്മളെക്കുറിച്ച് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് മറ്റൊരാൾ പറയുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മളെ പല വിധത്തിൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ, നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പല വിധത്തിൽ പല രീതിയിൽ ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കിയുള്ളവരെന്തും പറഞ്ഞോട്ടെ, അതിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാനും പോകണ്ട, അതിനൊരു ആവശ്യമില്ലാത്ത എക്സ്പ്ലനേഷനും കൊടുക്കണ്ട. നമ്മളെന്താണെന്ന് നമ്മൾ മാത്രം അറിയുക. മൂന്നാമത്തെ കാര്യം, എപ്പോഴും പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാവണം, എപ്പോഴും നല്ല നല്ല ചിന്തകൾ ഉണ്ടാവണം. നല്ല നല്ല ചിന്തകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല പ്രവൃത്തി ഉണ്ടാവൂ. ആ നല്ല പ്രവൃത്തിക്ക് മാത്രമേ നല്ല ഫലമുണ്ടാവൂ. അത് മറക്കാതെ ഇരിക്കുക. നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ എല്ലാവരെയും എപ്പോഴും വരിഞ്ഞ് മുറുകുന്നൊരു കാര്യമാണ് നമുക്ക് ഓവർ തിങ്കിങ് എന്നുള്ളത്. നമ്മൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം കിട്ടിയാൽ പോലും ചിലരെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അവർ എന്തെന്നില്ലാത്ത രീതിയിൽ അതിനെക്കുറിച്ച് വളരെ കൂലങ്കർഷമായിട്ട് ചിന്തിച്ച് സംസാരിച്ച് അതിനെ ഒരു ഒത്തിരി എക്സാജറേറ്റ് ചെയ്ത് ചിന്തിക്കും. അപ്പം അങ്ങനെ ഒത്തിരി എക്സാജറേഷൻസ് ഉണ്ടാവും, പല പല അഭിപ്രായങ്ങളുണ്ടാവും. നല്ല നല്ല അഭിപ്രായങ്ങൾ എടുക്കണം, വേണ്ട എന്നല്ല പറഞ്ഞു. പക്ഷേ നമുക്ക് നമ്മുടേതായ ഒരു തീരുമാനമുണ്ടാവണം. അതിൽ എന്തായാലും പ്ലസ് ആയാലും മൈനസ് ആയാലും അത് നമ്മൾ മാത്രമാണ് അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് എപ്പോഴും ഓർമ്മയിലുണ്ടാവട്ടെ. അഞ്ചാമത്തേത്, നമുക്കെല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റില്ല. അതാണ് ജീവിതം, യാഥാർത്ഥ്യം. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാനായിരുന്നുവെങ്കിൽ ലോകം എന്തേ നന്നായിട്ടുണ്ടായേനെ അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇനി ആരെയെങ്കിലും നമ്മൾ നന്നാക്കാം, അല്ലെങ്കിൽ ആരെയെങ്കിലും നമുക്ക് സന്തോഷിപ്പിക്കാം. അത് ഈവൻ നമ്മുടെ കുടുംബത്തിലായാൽ പോലും നമ്മളെ കൊണ്ടത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ സന്തോഷമായിരിക്കുമ്പോൾ ബാക്കിയെല്ലാം തനിയെ നല്ലതായിക്കോളും. ഓക്കെ? അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്നായി വരട്ടെ. നമസ്തേ.